നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ മോളമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്നലെ വൈകിട്ട് ഞാൻ മാളക്കുട്ടിയോട് പറഞ്ഞു അമ്മേനെ രാവിലെ വിഷ് ഒന്നും ചെയ്യേണ്ട, കൊച്ചു നേരെ സ്കൂളിൽ പോകണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും മാളക്കുട്ടി രാവിലെ അമ്മേനെ വിഷ് ചെയ്യും. ഞാനും ചേച്ചിയും മാളക്കുട്ടി സ്റ്റാറ്റസ് ഒക്കെ ഇടും. ആ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് അരമണിക്കൂർ കൂടുമ്പോൾ വന്ന് നോക്കും ആരൊക്കെ കണ്ടു എന്നൊക്കെ. അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ അമ്മയ്ക്കുണ്ട്. അപ്പം രാവിലെ ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ല, യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഇട്ടില്ല. പിന്നെ പപ്പ മാത്രം അമ്മേനെ പുറകെ നടന്ന് വിഷ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ പെണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാ വർഷവും അങ്ങനെ ഉള്ളതാണ്. പിന്നെ അമ്മ ഓർത്തേക്കുന്നത് ഞാനും കൊച്ചും ചേച്ചി ഈ കാര്യം മറന്നു പോയി, അങ്ങനെ ഒരു രീതിക്ക് തന്നെ ഇരിക്കുവാണ്. ഇപ്പൊ അമ്മ ഉപ്പുതറയ്ക്ക് പോയി, അമ്മയും പപ്പയും കൂടെ പോയതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. പിന്നെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടു. നമ്മുടെ വിഷ് ചെയ്തവർക്കറിയാം, ആ ഒരു 12 മണി ആ ടൈമിലാണ് ഇട്ടത്. അപ്പം അമ്മയ്ക്കൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ അമ്മയുടെ ബർത്ത്ഡേ ചേച്ചിയും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ആഘോഷിക്കായിരുന്നു. പക്ഷെ ചേച്ചി ഇല്ല, എന്നാലും നമ്മൾ ചെറിയ തോതിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. അപ്പൊ അമ്മ വരുമ്പോഴത്തേന് ആ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണം, അമ്മയ്ക്കൊരു ഗിഫ്റ്റും കൊടുക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവരും ഓടിപ്പോയി വീഡിയോ കണ്ടു പോയത്. ഞാനിപ്പോൾ പൊന്നുവിനെ വിളിച്ചു, അമ്മയ്ക്ക് എന്താ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റിയില്ല. കാരണം അമ്മയ്ക്ക് ഓണത്തിനാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തു, അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ അമ്മയ്ക്ക് ഫോൺ മേടിച്ചു കൊടുത്തു. പിന്നെ അമ്മയ്ക്കിപ്പോൾ അർജൻറ്റായിട്ട് അങ്ങനെ ഒരു സാധനം വേണ്ട. അപ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ. അപ്പം മാളക്കുട്ടിയും കൂടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ മാളക്കുട്ടിയോടാണ് കൂടുതലും പറയാറ്, കൊച്ചെ നമുക്ക് അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ. അപ്പം മാളക്കുട്ടി വരുമ്പോൾ 4:30 ഒക്കെ ആവും. അപ്പം ചേച്ചി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ കൊച്ചും നീയും കൂടെ ആലോചിക്കുക, എന്നിട്ട് രണ്ടുപേരും കൂടെ എന്നെ വിളിക്കുക, എന്നിട്ട് നമുക്ക് പോയി എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ ഇപ്പോൾ വരും. ഇപ്പം ഞാൻ ഒരുങ്ങി പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പോൾ സംശയം തോന്നുമായിരിക്കും. അപ്പം കേക്ക് മേടിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പപ്പ ആണേലും എന്നോടൊന്നും ചോദിച്ചില്ല. പപ്പയ്ക്ക് അറിയാം അമ്മയുടെ ബർത്ത്ഡേ ഇന്നാണ്. പപ്പ സാധനം നോർമലി എന്നോടൊന്നും ചോദിക്കണേ, എടാ വീഡിയോ എടുക്കണ്ടേ, കേക്ക് മുറിക്കണ്ടേ എന്നൊക്കെ ചോദിക്കണ്ടേ, അതൊന്നും ചോദിച്ചുമില്ല. അപ്പം എന്തോ ഞങ്ങൾ വിഷ് ചെയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. മാളക്കുട്ടി സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ അവിടെ നിന്ന് എൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് പിടിപ്പിക്കും കേട്ടോ. സൂചി നേരം കോർക്കാനൊന്നും കണ്ണൊന്നും കാണുകയല്ല. 40 വയസ്സായില്ലേ, ഞാൻ കോർത്ത് കൊടുത്തു കേട്ടോ. എത്ര വയസ്സായമേ? ആ 65. ഞാൻ അയ്യോ അത്ര എന്റെ അമ്മയ്ക്ക് എനിക്ക് മനസ്സിലായി. അപ്പൊ ഒരാളിപ്പോ മാളക്കുട്ടിയുടെ മറ്റേ ഇങ്ങനെ പരിഭവം പറയുന്നു, കൊച്ചി രാവിലെ വിഷ് ചെയ്തില്ലെന്നൊക്കെ. എനിക്കറിയാം അമ്മയുടെ ബർത്ത്ഡേ ആന്ന്. രാവിലെ കണ്ടോ, ഇന്നലെ തൊട്ടേ എനിക്കറിയാമായിരുന്നു. ഞാനിങ്ങനെ എണ്ണി വെച്ചേക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച തൊട്ടേ. പിന്നെ ഞാൻ രാവിലെ വിഷ് ചെയ്തില്ല, മനഃപൂർവ്വം വിഷ് ചെയ്യാതിരുന്ന. എന്നിട്ട് ഞാൻ പോയി. അതെന്നാന്ന് വെച്ചാ ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇട്ട് വിഷ് ചെയ്യുന്ന എനിക്ക് എപ്പോഴും ഉള്ളതാ. ഞാനാ എപ്പോഴും സ്റ്റാറ്റസ് ഇട്ട് വിഷ് ചെയ്യുന്നേ. അപ്പോഴേ അമ്മ അറിയുള്ളൂ. എന്നിട്ട് ഞാൻ നേരിട്ട് പോയി വിഷ് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ രാവിലെ സ്കൂളിൽ പോകാൻ തിരക്കായതുകൊണ്ട് ഫോണും എടുത്തില്ല. പിന്നെ അമ്മയോട് രാവിലെ കല്ലപ്പില്ല ഉണ്ടാക്കി അങ്ങ് പോയി. അപ്പം ഞാനും കൊച്ചും കൂടെ ഉപ്പാറ വരെ പോവാണ്. അമ്മ കുറച്ചു മുമ്പേ പൈസ എടുക്കാൻ പോയിട്ട് പൈസ കിട്ടിയില്ല. ഉച്ച കഴിഞ്ഞാൽ ATMന്റെ പൈസ ഒരു ഫില്ല് ചെയ്ത് വെക്കോളെന്ന് പറഞ്ഞു. ഉപ്പാറ ആപ്പോൾ 2 ATM ഉള്ളൂ, അത് ഒരെണ്ണം 10 ദിവസം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ കൊച്ചിന് നാളെ സ്കൂളിൽ ഫീസും അടയ്ക്കണം. നമുക്ക് പോയി പൈസയൊക്കെ എടുത്ത് ഒരു പാലൊക്കെ മേടിച്ചോണ്ട് വരാം അല്ലേ? നേരെ പോയാലോ? അമ്മയ്ക്ക് എന്താണ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല, ഞാൻ ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ആലോചിച്ചു, ഒന്നും കിട്ടിയില്ല. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പറഞ്ഞു മാളക്കുട്ടിയോട് ചോദിക്കുക, എന്നിട്ട് അമ്മയ്ക്ക് ഇല്ലാത്ത എന്നെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ചെറിയൊരു കേക്ക് മേടിക്കാൻ എന്റെ മൈൻഡ് പ്ലാൻ ഉണ്ട്. പിന്നെ കൊച്ചാണേലും രാവിലെ വിഷ് ചെയ്യാത്തോണ്ടൊരു സങ്കടമാണ്. ഇപ്പൊ വന്ന് കയറിയതേ കൊച്ചിനോട് ചോദിച്ചു, നീ എന്നെ വിഷ് ചെയ്യായിരുന്നു. എന്നോട് ഇവിടുന്ന് വിഷ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിഷ് ചെയ്യാതിരുന്നേ. വൈകിട്ട് ചെറുതായിട്ട് കേക്ക്, അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ല കേക്ക് മുറിക്കൂന്ന്. അമ്മ ഓർത്ത് കേക്കൊന്നും മുറിക്കത്തില്ല എന്നാ ഓർത്തേക്കുന്നേ. ബർത്ത്ഡേ ആഘോഷം അങ്ങനെ വലിയ ഇതായിട്ട് നടത്തും എന്നൊരു പ്ലാനും ഇല്ലായിരുന്നു. ഈ വട്ടം പെട്ടെന്ന് ചേച്ചിയും പോയില്ലേ. ചേച്ചിക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ലീവ് ഉണ്ടായിരുന്നു, നമ്മളെല്ലാരും കൂടി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചാണേ. ഇപ്പം ചേച്ചി പോയതിന്റെ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ് അമ്മയും. പെട്ടെന്ന് ഒരു 10-15 ദിവസം കൂടെ ലീവ് കിട്ടുമെന്ന് ഓർത്തു. ചേച്ചി 2ാമത് ലീവിനൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ അതും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. അവളുള്ളപ്പോൾ വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളവും നമ്മൾ വഴക്കൊക്കെ പറഞ്ഞാലും പോയി കഴിയുമ്പോൾ നമുക്കൊരു ഒരാഴ്ച തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് ദിവസം കഴിയണം മാറണമെങ്കിൽ. വൈകിട്ടാണെങ്കിലും ഞങ്ങൾ 3 പേരും ചില ദിവസമൊക്കെ ഒരുമിച്ചാണ് കിടന്നുറങ്ങണത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ച് ഞുള്ളുകയും മാന്തൊക്കെ ചെയ്യുമല്ലോ.
കിടന്നു കഴിഞ്ഞാണേലും 1/2 മണിക്കൂർ കഴിയാതെ 3 പേരും കൂടെ ഉറങ്ങുകയല്ല. അപ്പം അങ്ങനെയായിരുന്നു. ഇപ്പൊ 2 ദിവസമായുള്ളൂ. ഒരു സങ്കടമുണ്ട്. എന്നും വിളിക്കുന്നുണ്ട്, ഡ്യൂട്ടിക്ക് കയറി അവള്, എന്നാലും ചെറിയൊരു സങ്കടമുണ്ട്. അപ്പം അമ്മയ്ക്കാണേലും നല്ല സങ്കടമുണ്ട്. ഈ വട്ടം പോയപ്പോ ചേച്ചി 2ാമത് ലീവിന് വെച്ചായിരുന്നു, കിട്ടുമെന്ന് നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ, കിട്ടിയില്ല. നമുക്ക് വേണ്ടിയല്ലേ പോയേ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഒരു കേക്ക് മുറിച്ച് എന്റെ ഐഡിയക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്, അതും നമുക്ക് കൊടുത്ത് ഈ വട്ടത്തെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നുമില്ല, ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. അമ്മ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട്, മീൻകറിയും ചോറും തന്നെ ആയിരിക്കും. നമുക്ക് കേക്കൊക്കെ മുറിച്ച് പപ്പായ ഉണ്ട്. ഇത്ര നേരം അച്ഛമ്മ ഉണ്ടായിരുന്നു കേട്ടോ, അച്ഛമ്മ ഇപ്പോഴാണ് ഇറങ്ങിപ്പോയത്. അച്ഛമ്മ വിഷ് ഒന്നും ചെയ്തില്ല, അച്ഛമ്മയ്ക്ക് അറിയത്തില്ലല്ലോ, പ്രായ ആളല്ലേ, അച്ഛമ്മ മറന്നുപോയി കാണാം. ഇല്ല അച്ഛമ്മ ഓർത്ത് ചില കാര്യങ്ങളൊക്കെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കറക്റ്റ് അച്ഛമ്മ കയറി വന്ന് വിഷ് ചെയ്യുന്ന. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പോയാലോ എന്നാ, ഒരുപാട് രാത്രിയാവൂല്ലേ, ഇപ്പം തന്നെ 5:30 ആയില്ലേ. പൈസ എടുക്കാൻ പോയി നിൽപ്പുണ്ട് കേട്ടോ, കാണുന്നില്ലല്ലോ. ഇഷ്ടംപോലെ പൈസ ഉണ്ടോ ആവോ, അറിയത്തില്ല. വരും. നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനായിട്ടുള്ളൂ. കുറച്ച് സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ കയറിപ്പോവും കേട്ടോ. വണ്ടിയൊക്കെ നോക്കിയിട്ടൊക്കെ വരുന്നത്. പോവണോ? എത്ര രൂപ എടുത്തു? കാച്ചുകാരനാണോ? 6000 രൂപ എടുത്തിട്ടുണ്ട്. 1000, 2000, 3000, 4000, 6000 രൂപ ഉണ്ട്. നമ്മൾ ATM പൈസ എടുത്തിട്ടാണെങ്കിൽ എണ്ണി നോക്കണം കേട്ടോ. ചിലപ്പം എനിക്ക് 500 കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ സന്തോഷത്തിനില്ലേ, കഴിഞ്ഞ ദിവസം ആരോ വണ്ടി പണിയാനാണോ എന്തോ ഒരാഴ്ചന് വന്നിട്ട് പൈസ കൊടുത്തില്ലേ, 30,000 കൊണ്ട് കൊടുത്തു. അതില് ഒരു 500 നോട്ട് കള്ളനോട്ടാണ്. അതുകൊണ്ടുപോയി മാറി കേട്ടോ. കുറച്ച് ബാങ്കിൽ കൊണ്ടുപോയപ്പോ അവിടെ പറഞ്ഞു പറഞ്ഞു. അത് എന്നിട്ട് അത് തന്ന ആളെ വിളിച്ചു പറഞ്ഞപ്പോ പുള്ളിക്ക് ഇങ്ങനെ നമ്മള് നോക്കുന്നില്ലല്ലോ, ഒരുപാട് പൈസ കിട്ടുമ്പോ നമ്മൾ നോക്കുന്നില്ലല്ലോ. അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ. അതെ അതെ. മോളം എഴുതാൻ ഇട കിട്ടുമോ? ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഒരു 1/2 കിലോ കൂടെ മേടിച്ചാൽ മതി എക്സ്ട്രാ കേക്ക്. MMA. അപ്പൊ സാബിൻ ചേട്ടൻ നല്ല സെറ്റായിട്ട് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. മതി, ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകണ്ട. കറക്റ്റ്. ഓക്കെ സെറ്റ്. കേക്കൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഡാമേജ് ആയോന്ന് അറിയത്തില്ല. അക്സംബ്ലേഡ് എന്റെ കുറച്ച് ആവശ്യത്തിന് വേണ്ടി മേടിച്ചാ വെച്ചേ. ഡാമേജ് ആയോടോ കേക്ക്? എന്നാടുക്കോ കുളിയൊക്കെ കഴിഞ്ഞിരുന്ന് റീൽസ് കാണും കേട്ടോ. അമ്മ ബാത്റൂം എഴുതുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. ഉണ്ട് വെക്ക്. അമ്മ കുളിക്കുന്നു അല്ലേ? ആക്സപ്ലേ അടിക്കുന്നതാ? നമ്മുടെ ഇങ്ങോട്ട് വഴി മോശമായോണ്ടേ നമ്മുടെ സമാധാനത്തിന് നോക്കിയേക്കാം. ഞാനല്ലേ പിടിച്ചേ, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ സൈഡ് മാത്രം അല്ല, അത് മറ്റേ ഇതിങ്ങനെ ഒട്ടിച്ചേക്കുന്നല്ലേ. അതേ പടി വെച്ചേക്കാവേ. അമ്മ കുളിച്ചിട്ട് വരുമ്പോ പപ്പായോട് ഒരു ബനീനെ എടുത്തിടാൻ പറ. നമുക്ക് അന്നേരത്തിന് റെഡിയാക്കി വെച്ചാലോ? അമ്മ ബാത്റൂം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ചൂടോളം എടുത്തോണ്ടേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞു മതി. ആണോ? ഞാൻ പിന്നെ കാണുന്നല്ലേ. കേക്ക് എടുത്ത് മാറ്റി വെച്ചാലോ? ഫ്രിഡ്ജ് വെക്ക. പെട്ടെന്ന് തന്നെ വെക്ക്. ഇറങ്ങി വരും. ഇവള് പറഞ്ഞ പ്ലാൻ തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞു 2ാമത് ചൂടോടെ എടുക്കാൻ വരുന്നു. കത്തി എടുത്തോ? ടേബിൾ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്.
ഞങ്ങൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി എടുത്ത കേട്ടോ. അപ്പത്തിന് അമ്മ കുളിക്കാൻ പോയിട്ട് ഇപ്പോൾ ഒരു വീർപ്പിയിട്ടൊന്നും നടന്നില്ല. പ്ലേ ബട്ടൺ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ യൂട്യൂബിന്റെ ഇതും കൂടെ കിട്ടിയാലേ വീർപ്പിക്കാൻ സമയം കിട്ടുമോ? ഞാൻ ഇപ്പൊ വീർപ്പിക്കും. കൈ വിറയ്ക്കുന്ന ടെൻഷനായിട്ടാ. അങ്ങ് ഒളിപ്പിച്ച് വെള്ളം കുടിക്കണം, ഇല്ല തല ഇറങ്ങും. ആ ഇത്രേ ഉള്ളു കേട്ടോ ഈ വട്ടത്തെ സെറ്റപ്പ്. കഥ അടച്ചിട്ടോ ഞാൻ എൻ്റെ റൂമിൻ്റെ. കുട്ടമ്മ ബനിയനൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നു. എല്ലാ റൂമിൻ്റെ കഥ അടച്ചിട്ടേ. അതൊന്നും കണ്ടില്ല. ഇപ്പൊ ഒച്ച വെച്ചാളെ കൂട്ടും. മേക്കപ്പ് ഒന്നും വേണ്ട, ക്ലിപ്പ് കുത്തട്ടെ മുട്ട തൊട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓടുന്നുണ്ട്. പൊട്ടൊന്നും തൊടുന്നില്ല, തലമുടി ഒന്ന് ഒരു ക്ലിപ്പ് ഇട്ടിട്ട് വരാവേ. ക്രീം കൊണ്ട് ഒന്നും തേച്ചില്ല, സോപ്പിനെ പറ്റിയായിരിക്കും. ഇത് എന്റെ പുതിയ ഉടുപ്പാട്ടോ. നൈറ്റി നമ്മുടെ ഒരു ചേച്ചി ഗിഫ്റ്റ് തന്നാണ്. വൈകുന്നേരം വരെ ഞാൻ നോക്കി എന്തേലും ആഘോഷം വല്ലതും നടത്തുന്നുണ്ടോന്ന്. ഓരോ എനക്കോ അപ്പനും മക്കളും ഒന്നും നടത്തുന്നില്ല. പിന്നെ ഞാൻ എന്റേതായ പണികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊന്ന് കുളിക്കാന്ന് വെച്ചു. ഒരു പുത്തനുടുപ്പ് ഇല്ലല്ലോ എന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ ഉടുപ്പൊന്ന് മാറ്റി വെച്ചത്. ഇതിന്റെ കൈക്ക് ലേശം വണ്ണം കൂടെ വേണേ. അന്നേരം അത് മെഷീൻ എടുത്തിട്ടിട്ട് അടിച്ചിട്ടിടാതെ അവിടുന്ന് മാറ്റി വെച്ചേക്കുമായിരുന്നു. അതാ ഞാൻ ഓർത്തു ആരും എന്നെ അത് ഓണത്തിന് ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലോ. അന്നേരം ഈ ഉടുപ്പ് അവിടെ ഇരിക്കുന്നതാണ്. അതാ ഞാൻ ഇന്ന് എന്നാണ് എന്റെ ബർത്ത്ഡേ അല്ലേ, ഒരു പുത്തൻ ഇട്ടേക്കാം, കൈയൊക്കെ പിന്നെ അടിക്കാം എന്നോർത്ത്. ആരും എന്നെ ഗവനിക്കുന്നില്ല. അതെ, ആരും എന്നെ ഗവനിക്കുന്നില്ല. അന്നേരം ഞാൻ സ്വന്തമായിട്ട് തന്നെ എന്നെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി വരുമായിരുന്നു. അച്ചോടാ പാവട്ടെ, എന്നാ മുറിച്ചാലോ? ആ നമ്മ ധൃതി വെച്ചോന്നേ. ഹാപ്പി ആൻഡ്രോ തന്റെ ബലൂണൊക്കെ താഴെ പോന്നു പറഞ്ഞു. എനിക്ക് പാടാൻ അറിയത്തിരുന്നു. അതല്ല, അമ്മ ഇറങ്ങി വരുമ്പോ പാട്ട് പാടണമെന്ന് ഞാൻ ഏൽപ്പിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു, 3 യു, 4 യു. ആ വീടൊക്കെ തന്നെ പാടുന്നേ. മുറിച്ചോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ മോളമ്മ. ബർത്ത്ഡേ ടു യു. പൊന്നോടെ വേണ്ടായിരുന്നു. ഇതെന്നാ മറ്റേ ബിസ്ക്കറ്റ് ചവയ്ക്കുന്നത് ചവച്ച് തിന്നു. ചെറിയ കഷ്ണം താഴെ പോയി. സാരില്ല. ഇഷ്ടപ്പെട്ടു. നല്ല കേൾക്കണം. കേക്ക് കൊടുക്കും. ആ ചെറിയ കഴിച്ചോ? കൈ കഴുകിയിട്ട് വരട്ടെ. ഇച്ചിരി എടുത്ത് കഴിച്ചോ, തിന്നെ. ഞാനെന്റെ മാളക്കുട്ടിയെ വഴക്ക് പറഞ്ഞു കേട്ടോ. സന്ധ്യയപ്പോൾ തൂക്കാനും വരുവാനൊക്കെ കൊണ്ട് ഞങ്ങളൊക്കെ എത്തിക്കാറായല്ലോ. ഇന്നൊരു സമയം പോയി കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് അവിടെ പോകാനൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണോ ഇച്ചിരി എനിക്ക് തരാനേ? ഞാൻ കഴിച്ചിട്ടാ ഞാൻ തരുമല്ലോ. ഹാപ്പി ആയോ? എന്താ ആയോ? ആരും ഗവനിച്ചില്ലെന്നുള്ള ഒരു മൂഡ് ഓഫ് ആയിരുന്നു, അതങ്ങ് മാറി. രാവിലെ ചേട്ടാ പറഞ്ഞു സ്റ്റാറ്റസ് ഇടണ്ട, വിഷ് ചെയ്യണ്ട, നമുക്ക് വൈകിട്ട് ചെറിയതായിട്ടൊന്ന് ആഘോഷിക്കാം, അതുകൊണ്ട് കൊച്ചു നേരം ഒന്നും പറയാതെ പൊക്കോളം പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് പോകുന്നേരം ഇറങ്ങിയപ്പോ ഉമ്മ വന്നില്ലല്ലോ. അതുമില്ല, ഞാൻ നോക്കിയ പോലില്ല. അത് പറഞ്ഞവർക്ക് എന്നും പോകുമ്പോ ഉമ്മ തന്നെയാ. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിട്ട് വിഷ് ചെയ്തില്ല, ഒരു ഉമ്മ തന്നില്ല. പക്ഷെ എനിക്കൊരു വിഷമം മനസ്സിലുണ്ട്. ഞാൻ അവിടെ കൂട്ടുകാരോട് എല്ലാരോടും പറഞ്ഞു അമ്മയുടെ ബർത്ത്ഡേ, പക്ഷെ ഞാൻ ഇന്നൊന്നും ചെയ്യാതെ വന്നേന്ന് പറഞ്ഞു. ഇതോട് കഴിച്ചോട്ടെ. കഴിച്ചോ? അപ്പം ബാക്കിയുള്ള കേക്കെല്ലാം നമ്മുടെ മോളമ്മയുടെ
ബർത്ത്ഡേ പ്രമാണിച്ച് എല്ലാവരും മുറിച്ച് കഴിച്ചോ. നല്ല വൈറ്റ് ഫോറസ്റ്റ് ആണ്, നല്ല കേക്കാണ്, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ അനങ്ങാതിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടമൊക്കെ വന്നായിരുന്നുള്ളത് പറയാലോ. പിന്നെ ഞാനത് പോട്ടെ, ഇത്ര പ്രായമൊക്കെ ആയില്ലേ, അതുകൊണ്ട് മക്കള് ജോലിക്കാത്തയാണ് ഞാൻ അങ്ങനെ ഓർത്തു. സാരമില്ല. പിന്നെ ഞാൻ ഒരു പുതിയതൊക്കെ ഇട്ടുകൊണ്ട് ഇനി ഇറങ്ങി വന്നു. പിന്നെ രാവിലെ വിളിച്ചു കേട്ടോ. വിളിച്ച് ഇന്ന് കൊച്ചിന്റെ പിറന്നാളാണ്, നിനക്ക് ഇത്ര വയസ്സായി, എന്നാൾക്ക് പോവാ, കാപ്പിയൊക്കെ കുടിച്ചോ, ഇന്ന് നേരത്തെ കുളിക്കണം, വയർ നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ രാധമ്മ പറഞ്ഞു കേട്ടോ. അതൊക്കെ കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ ഇവിടെയുള്ളവരെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കൊരു ഇത്തിരി സങ്കടപ്പെടുത്തിയിട്ട് അതിലേറെ സന്തോഷം തരുന്ന എനിക്ക് കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഞാനും കൊച്ചും കുളിച്ചില്ല കേട്ടോ. ഞങ്ങള് പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗുമ്മ കിട്ടിയല്ല. പിന്നെ അമ്മ കുളിച്ചിട്ട് വരും, നേരെ ചായ ഇടാനായിട്ട് ഫ്രിഡ്ജ് തുറക്കുമ്പോ കേക്ക് കാണും, മൊത്തം പ്ലാൻ പൊളി. അതിലും ഭേദം കൊണ്ടുവന്ന് നേരെ സെറ്റ് ചെയ്ത് മുറിപ്പിച്ചു. അപ്പൊ രാധമ്മയ്ക്കും മാമനും ഇങ്ങനത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അവർക്കും കൊടുക്കാൻ വേണ്ടി മുറിച്ച് വെച്ചേക്ക്. ഞാൻ വീഡിയോ എടുത്തവൻ പറഞ്ഞ് അച്ഛമ്മ ഉണ്ടായിരുന്നു. അച്ഛമ്മ വിഷ് ചെയ്യാൻ മറന്നുപോയി. അല്ലെ അച്ഛമ്മ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഒക്കെ കറക്റ്റ് ഓർത്തിരുന്ന് വിഷ് ചെയ്യണ. എല്ലാ വർഷവും ഇന്ന ഡേറ്റിൽ മോളമ്മയുടെ പിറന്നാളാ, എന്റെ പിറന്നാളാ, അതൊന്നും ഓർത്തിരിക്കാനുള്ള പ്രായമൊന്നും അല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ പകലായിരുന്നെങ്കിൽ അച്ഛനൊക്കെ നമുക്ക് വിളിക്കായിരുന്നു. എന്തായാലും നീണ്ട 17 വർഷക്കാലം പോറ്റി വളർത്തിയ ഒരു അച്ഛനും അമ്മയും മോളമ്മയ്ക്കുണ്ട്. അതിൽ അച്ഛനെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ, ഒരു ആങ്ങളെ സഹോദരനുമുണ്ട്. അപ്പൊ അവർ ഈ 17 വർഷം പോറ്റി വളർത്തി അവിടെ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഘോഷിച്ചു. ഇപ്പൊ ഏറെക്കുറെ അതിന്റെ ഇരട്ടിയോളം പ്രാവശ്യം നമ്മളിവിടെ ഘോഷിച്ചു. അപ്പം ഈ വേളയിൽ അവർക്ക് എല്ലാവർക്കും ഒരു നന്ദി പറയട്ടെ. ആർക്ക് നന്ദി പറയണം? കൂടുതൽ ഘോഷിച്ചവർക്ക് വേണം, കുറച്ച് ഘോഷിച്ചവർക്ക് പക്ഷെ രാധമ്മ പ്രസവിച്ചുകൊണ്ടല്ലേ ഇന്നിവിടെ ആള് നിക്കുന്നത്. രാധമ്മയ്ക്ക് ഏറ്റവും വലിയ നന്ദി. കാരണം എനിക്ക് ഇത്ര നല്ലൊരു അമ്മേനെ തന്നതില് എന്നോട് വഴക്കോ അലമ്പോ എല്ലാം ഉണ്ടാക്കി ഇനി ഒരു 100-120 കൊല്ലം കൂടെ പോട്ടെ. പക്ഷേ കൊച്ചിപ്പോ അത് പറഞ്ഞെങ്കിലും കൊച്ചിടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട്, ഇവർ രണ്ടും കൂടെ വഴക്കുണ്ടാക്കുമ്പോ നിനക്ക് വേറൊരു പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നു. അത് സ്വാഭാവികം. അത് അമ്മയോടും ചോദിക്കും കേട്ടോ. നേരെ തിരിച്ച് പപ്പയായിട്ട് തെറ്റുമ്പോ അച്ഛമ്മയോട് ചോദിക്കും, മോനെ കൂട്ടിക്കൊണ്ട് പൊക്കോ താഴെ കൊണ്ട് നിർത്തിക്കോളാൻ പറയും. ഞാൻ പറഞ്ഞിട്ടിരിക്കുക. കേറി വന്നപ്പോ ഇവിടെ അങ്ങോട്ട് നടന്നു പോവാ. അന്നേരം കൊച്ചിനെ കാണാനായിട്ട് ഇത്ര നേരം ഇരുന്നേ, കൊച്ചു വരാത്തോണ്ടാ പോകുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അവള് വല്ലതും തന്നോന്ന് ചോദിച്ചു. അമ്മ വല്ല കാപ്പിയോ വല്ലതും കൊടുത്തോന്ന്. എല്ലാം തന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഈ മുതലിനും കൂടെ കൂട്ടിക്കൊണ്ട് വെക്കണം പറഞ്ഞു. എന്നാണെങ്കിലും ഭയങ്കര സന്തോഷമായി. ഈ നിമിഷത്തിൽ ഞാൻ എന്താ പൊന്നുവേ ഓർക്കും കേട്ടോ. അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഇച്ചിരി കൂടെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്ത് വിലപ്പെടുത്തിയാണേ. അവള് പോയിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? ഇത് പഴയതല്ലേ, പുതിയതാ. കുട്ടമ്മൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ? അപ്പൊ അതിനെ കുറിച്ച് വിഷ് ചെയ്തു. അപ്പൊ ഒരു മോളത്ത് കെട്ടിപ്പിടിച്ച് അതൊക്കെ ഇഷ്ടം പോലെ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ല, അത് ഇഷ്ടമുള്ളതാണ്. അത് ഇഷ്ടം പോലെ എന്നാ ഒച്ചയാ? മതി 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 മതി, സമീപനം പാലിക്കണം. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ പറയുമല്ലായിരുന്നു. അല്ല, ഞാൻ ചുമ്മാ അങ്ങനെ പാടിക്കൊണ്ട് നടക്കുവായിരുന്നു. അപ്പൊ ഇവിടെ കാണുമ്പോ പാടും. അന്നേരം അവള് പറഞ്ഞു, മോളെ രാവിലെ എല്ലാ പ്രാവശ്യവും വിഷ് ചെയ്യുന്നതാണ് എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്തു. ഇന്ന് വിഷ് ചെയ്തില്ല. രാവിലെ തൊട്ട് ഞാൻ ചേച്ചിയുടെ അമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിക്കാൻ ആലോചിച്ചു. അപ്പം എന്റെ മനസ്സിലെന്ന് ഒരു മിക്സി മേടിച്ചാൽ കൊള്ളാമെന്നായിരുന്നു. അപ്പൊ നമ്മൾ മിക്സി പഴയത് പോയിരിക്കല്ലേ. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ചിലപ്പോ ഞാൻ മേടിച്ചോന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പോ കളറും കമ്പനിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അമ്മയ്ക്ക് അതിന്റെ ജാറിന്റെ വലിപ്പവും, കുഞ്ഞിത് വേണം വലുത് വേണം, കളറും കാര്യങ്ങളെല്ലാം നോക്കി മേടിക്കണം. ഇല്ലേ ഞാൻ മേടിച്ചോണ്ട് കഴിയുമ്പോ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അത് ഉപയോഗിക്കുമ്പോ എല്ലാം പറയും, അവൻ ഈ കളറാണ് മേടിച്ചോണ്ട്, അവൻ ഈ കളറാണ് മേടിച്ചോണ്ട്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയല്ല, അങ്ങനെ പറയും. അതുകൊണ്ട് എന്ത് സാധനമാണേലും നമ്മൾ അമ്മേനെയും കൊണ്ട് പോയി മേടിക്കാണ് നടക്കുന്നത്. അത് ലീവ് ആയിട്ട് ഞാൻ പൈസ ആയിട്ട് നമുക്ക് കൊടുത്തേക്കാം. ഇഷ്ടമുള്ളതിനും മേടിച്ചു. അപ്പം 5000 രൂപയുണ്ട് ഈ വട്ടത്തെ എന്റെ അതെ 4 കൈ ഒരു കുഞ്ഞിക്കൈ കൊടുക്കുന്നത്. ഇപ്പൊ ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാ ഇഷ്ടമായിട്ട് മേടിച്ചോണം കേട്ടോ. സൂക്ഷിച്ചു വെച്ചോണം.
ഓക്കെ. ശരിക്കും പറയുന്ന പൈസ കൊടുത്താ സ്നേഹം പോകുന്നാ പറയുന്നേ. ആ സ്നേഹം മോളമ്മയുടെ ആ സ്നേഹം ഒരു കാരണവശാലും ശ്രീകുട്ടനുള്ളത് നഷ്ടപ്പെടാൻ പാടില്ല. ആ കാശ് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല. മോളമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അതൊക്കെയാണ് മക്കൾ കൊടുക്കുന്ന ഒരു മിക്സിന്ന് മിക്സി തന്നെ മേടിക്കണമെന്നില്ല. അതെ, അമ്മക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിൽ അമ്മ അടുക്കളയിലോട്ട് ഇനി അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന എന്താണല്ലോ. സാധനം മേടിക്കാം, ചുരിദാറാണെങ്കിൽ ചുരിദാർ മേടിക്കാം, പിന്നെ നമുക്ക് സംഘത്തിൽ അടയ്ക്കണമെങ്കിൽ സംഘത്തിൽ അടയ്ക്കാം, പിന്നെ ചെരുപ്പ് മേടിക്കും ചെരുപ്പ് മേടിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് മേടിക്കാം. അമ്മക്ക് എന്ത് വേണോ അത് ചെയ്തു. ആരോടും ചോദിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ മേടിക്കുന്നതിലും നല്ലത് അമ്മ മേടിക്കുക. അതെ, ഞാൻ വീട്ടിലോട്ട് എന്തൊരു സാധനം മേടിച്ചാണല്ലോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ, കമ്പനി സാധനങ്ങൾ മേടിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും മേടിക്കാൻ നിർഭാഗമില്ല. അതുകൊണ്ട് ഇപ്പൊ 5 വർഷത്തെയാണ് അത് 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ ഞാൻ ആദ്യം കടയിൽ നോക്കും. അങ്ങനെ നമ്മൾ പഴയ വീട്ടിൽ വെച്ച് ഒരു മിക്സി പേജിലെ മേടിച്ചിട്ട് ഏതാണ്ട് 12-13 വർഷത്തോളം ഞാൻ ആ മിക്സി ഉപയോഗിച്ചു. നമ്മുടെ ഈ പെര കൊണ്ടുവന്ന ഒരു മാസം കഴിഞ്ഞ് നമ്മൾ മിക്സി മേടിച്ചാണ്. അങ്ങനെ നല്ല മിക്സി ആയിരുന്നു. അതെ, അത്രയും വർഷമൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉപയോഗത്തിന്റെ കൂടെ. അതെ, അന്നേരം അങ്ങനെയുള്ള അത് കഴിഞ്ഞ് നമ്മള് രണ്ടാമതൊരു മിക്സി മേടിച്ചിട്ട് അത് 2 വർഷം കഴിഞ്ഞിട്ട് പോയി, കേടായി പോയി. അന്നേരം നമ്മൾ മേടിക്കുന്ന സാധനം എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല സാധനം മനസ്സിന് ഇഷ്ടപ്പെട്ടത് മേടിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും അല്ല മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഇത് നല്ലൊരു സാധനമാണല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. നമുക്ക് മനസ്സുകൊണ്ടൊരു സന്തോഷമാണ്. ആ സമയം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാതെ മേടിച്ചോണ്ട് വരുവാണെങ്കിൽ ഇതിലോട്ട് വെക്കുമ്പോൾ അല്ല അരയ്ക്കുമ്പോൾ ഈ സാധനം കൊള്ളിയല്ല, അതിലോട്ട് തോന്നൽ ഓട്ടോമാറ്റിക്കലി ഫീൽ ആവും. ഒന്ന് ഉപയോഗിക്കാൻ പോലും നമുക്ക് മനസ്സ് വരികയില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവമൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പം എല്ലാ കാര്യം മനസ്സിന് ഇഷ്ടപ്പെട്ട് മനസ്സിനെ ഇണങ്ങിയത് ചെയ്യുക, പെണ്ണ് കെട്ടുമ്പോഴാണെങ്കിലും. അതൊക്കെ എത്ര കേട്ടോ. ശ്രീകുട്ടിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കും. ഞങ്ങളുടെ നിർബന്ധത്തിന് വഴി അവനെ ഞങ്ങൾ അവിടെ ഒരു ഗോൾ അടിച്ചേ. താങ്ക് യു. നമ്മുടെ മക്കളെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. അത് കൊച്ചിലാവട്ടെ ഞാൻ അങ്ങനെയാണ്. മക്കളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അത് പറഞ്ഞപ്പോ അമ്മയുടെ മോന്റെ മുഖം തെളിഞ്ഞു. ആണോ പറഞ്ഞ ആരും നോക്കി വെക്കണ്ട, അങ്ങനെ പറഞ്ഞു നിർത്തുണ്ട്. എന്നെ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ? നിനക്കും ഉണ്ടോ? ഞാൻ ആദ്യം ഒരു സാധനം മേടിക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് തന്നാൽ അമ്മയ്ക്ക് ഭയങ്കര പ്രായമായി പോകുമെന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച്. അതെന്നതാ പക്ഷേ പ്രായമാകുന്ന അത് ഞാൻ പറയട്ടെ വെച്ചേ. ഇല്ല, ഞാൻ പറയാം. ആദ്യം ഞാൻ കടയിൽ കയറി ചെന്നിട്ട് എന്റെ ഉടുപ്പിന്റെ ഗ്ലാസ് ഒട്ടിക്കാനായിട്ട് ഇങ്ങനെ ചെറിയൊരു ഗ്ലാസ് ഉണ്ട്, ഇങ്ങനെ കട്ട് പീസ്, അത് മേടിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ എന്നെ മേടിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാ പിന്നെ അമ്മ ഈയിടെ എല്ലാം പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര പ്രായമായ പോലെ ഉണ്ടോ കൊച്ചെ എന്നൊക്കെ എന്നെ എപ്പോഴും അത് ചോദിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു ഡൈ മേടിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. എന്നിട്ട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ബ്ലാക്ക് ഹെന്ന ഉണ്ടോന്ന് ചോദിച്ചു. അപ്പം അത് ഹെണ്ണയും ഡൈയും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാ. അപ്പൊ അത് തലേ തേച്ചാ ഡൈ അടിച്ച പോലെ തന്നെയാ, സാധാരണ ഡൈ അല്ല. അപ്പൊ അത് മേടിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോ എടുത്തപ്പോ കൊച്ചിന് മനസ്സിൽ തോന്നി അത് വേണ്ട, ഒത്തിരി പ്രായമായി പോയ പോലെ. അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നുവോ? ഡൈ മേടിച്ചോന്ന് ഫീൽ അങ്ങനെ തോന്നുവോ? സത്യം പറഞ്ഞാൽ ഇന്ന് പ്രായപൂർത്തി ഇങ്ങനെ പ്രായമായ ദിവസല്ലേ, അപ്പൊ ഞാൻ അങ്ങ് കൊടുക്കാന്നൊക്കെ വെച്ചു. പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ കപ്പ് പറഞ്ഞ് കപ്പ് മേടിച്ചു. 50 സ്വർണ്ണ കപ്പ, സ്വർണ്ണ കപ്പാണ്. ഞാൻ ആദ്യം കൂട്ടി അങ്ങ് പറഞ്ഞേക്കാം, ഇത് കാണുമ്പോ അറിയാലോ കപ്പാണെന്ന്. പൊടിച്ചോ? കൈ പൈസ ഇരിക്കുന്നുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യും. പൈസയാണ് ഞാൻ കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ. കപ്പാപ്പ അവിടെ ഇരുന്നോളൂ. അതെ, താൻ എന്നാ സിറ്റിക്ക് പോയപ്പോ ഓർപ്പിക്കണ്ടായിരുന്നു. ഞാനും ഓർമ്മയും കൂടിയായിരുന്നു പോയത്. ഞാനും ഓർമ്മയും കൂടി സിറ്റിക്ക് പോയതായിരുന്നു. അപ്പൊ എന്റെ പിറന്നാളാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളെന്തേലും ഒക്കെ. അപ്പൊ മോളുടെ വക ഒരു ബർത്ത്ഡേ ജോയ്സ് എന്ന് പറഞ്ഞൊരു കപ്പുണ്ട്. ഇഷ്ടംപോലെ കേക്കൊക്കെ ഉണ്ട്, റോസപ്പൂ ഉണ്ട്, ചിരിക്കുന്ന ഒരു സ്മൈലുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മാന്ന് കിട്ടുമോ ചേട്ടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അമ്മ കിട്ടിയാലെന്ന് പറഞ്ഞു. ഇല്ല, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള കോട്ട് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തപ്പം കുട്ടമാന് സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യനാണ്, മനസ്സിൽ ഒരു ഫീൽ ഉണ്ട് നമുക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെന്ന്. അപ്പം ഓട്ടോയുടെ പുറകെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, പോയി ധൈര്യമായിട്ട് എടുത്തോണ്ട് വരിക. ഗിഫ്റ്റ് മേടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പപ്പ കൊടുക്കാനായിട്ട്. എനിക്ക് വയ്യ, ഇതൊക്കെ രാവിലെ എന്നോട് പറയണ്ടായിരുന്നോ? അമ്മ ഞാൻ ഇത്രയും നേരം വെട്ടം വേണമെങ്കിൽ എടുത്ത് കൊടുക്കച്ചേ. വെട്ടം വേണം, നമുക്ക് ചോക്ലേറ്റ് ഇടാം.
ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ചേച്ചിനെ കൂടെ ഒന്ന് വിളിക്കായിരുന്നു. ആ ചേച്ചിന്ന് വിളിക്കാന്ന് പറഞ്ഞത്. ചേച്ചി ഇന്നലെ നിങ്ങൾ കിടന്നു കഴിഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. അപ്പം പറഞ്ഞാ നിന്ന് പകല ഡ്യൂട്ടി, വൈകിട്ട് വരുമ്പോൾ ലേറ്റ് ആവുന്നു. വൈകിട്ട് വിളിക്കുമായിരിക്കും എന്തായാലും. അന്ന് ബർത്ത്ഡേ ആയിട്ട് വിളിക്കും. രാവിലെ വിഷ് ചെയ്യാതിരുന്നതിന് ഒരുപാട് സോറി കേട്ടോ. എന്നാലും എനിക്ക് ഇച്ചിരിയൊക്കെ സങ്കടമുണ്ട്. ആ സങ്കടം അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയാ, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് വെച്ചു. അതിപ്പം നമുക്കാണ് ഇപ്പം എന്റെ ബർത്ത്ഡേ ആണെന്ന് വെച്ചോ, രാവിലെ ഇവരാരും വിഷ് ചെയ്യുന്നില്ല, ഒരു സ്റ്റാറ്റസ് ഒന്നും ഇടുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ഫീല് വരും, അവർക്കൊക്കെ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്ന, നമ്മളെ മാത്രം പരിഗണിക്കുന്നില്ല. അമ്മ എന്നിട്ട് ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, കണ്ടായിരുന്നോ? ഞാൻ ഇൻസ്റ്റ പോസ്റ്റ് ഇട്ടു, സ്റ്റോറി ഇട്ട്, കണ്ടോ? വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട്, കണ്ടോ? അത് ഈ വാട്സപ്പിൽ അമ്മേനെ ഹൈഡാക്കി വെച്ചേക്കോ. വാ ഓക്കെ അല്ലേ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് അതുപോലെ ഒന്നും അല്ല, കപ്പ് പോലെയോ കാശ് പോലെയോ ഒന്നുമല്ല. ഒന്നുമല്ല. ചൂടിയൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അതെന്നായിരിക്കും? പ്ലം കേക്ക്. അടിപൊളി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. പക്ഷെ ഞാൻ ഈ കേക്ക് മുറിച്ച ശേഷം വായി വെച്ചെങ്കിലും മനസ്സിന് സന്തോഷം ഇത് കണ്ടപ്പോൾ. സാധാരണ നമ്മൾ ഇതായിരുന്നു മുറിക്കുന്നത്. നേരത്തെ ഒക്കെ ആണല്ലേ നമ്മൾ ഇങ്ങനത്തെ സാധാ കേക്ക് മേടിച്ചായിരുന്നു മുറിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ, ഇപ്പൊ ഈ കേക്ക് മുറിച്ച് നമ്മൾ വലിയ മധുരം കഴിക്കുന്ന ആൾക്കാരല്ല, ഒരു ഹാഫ് മുറിച്ച് കഴിക്കും, പിന്നെ ഹാഫ് നമ്മള് കൊച്ചച്ഛൻ്റെ അവിടെ, അച്ഛമ്മയുടെ അവിടെയൊക്കെ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അത് എന്നിട്ടും എന്തെങ്കിലും ബാക്കി പീസ് വല്ലതും ബാലൻസ് വരുവാണെങ്കിൽ അമ്മ അത് ഇരിക്കുന്ന പറയും, ഓ മാർബിളിന്റെ കേക്കാണെങ്കിൽ ഇപ്പൊ തീർന്നെ, എനിക്കാണെങ്കിൽ അതങ്ങ് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ പറയും കേട്ടോ. അതുകൊണ്ടാണ് ഈ വട്ടം ഈ ഒരു കേക്ക് മേടിച്ചത്. ഇതാണ് എന്റെ മനസ്സറിഞ്ഞ് മക്കളെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം. അമ്മയ്ക്ക് സെന്റിമെന്റ് പറഞ്ഞിട്ടില്ല, അമ്മയ്ക്ക് ഇമോഷണൽ ആയിട്ട് ഡയലോഗേ പറഞ്ഞിട്ടില്ല. പിന്നെ വഴക്കും അലമ്പും ഉണ്ടാക്കാതെ കൂടെ നിന്നാൽ കേട്ടോ. എന്തായാലും ദേഷ്യം വന്നാൽ ഞാൻ മക്കളെ വഴക്ക് പറയും, തല്ലും അടിക്കും, സ്വീകരിക്കുന്നു. രാവിലെ ഞങ്ങൾ എന്റെ കൂടെ ചെറിയൊരു വഴക്കുണ്ടാക്കി. അത് എന്തിനായിരുന്നു, എന്റെ ഫയലിന്റെ വിഷയം അല്ലേ? എന്റെ ഒരു ഫയൽ കണ്ടില്ല. അപ്പം അമ്മ പറഞ്ഞു, നീ കൊണ്ടുവന്നിട്ട് എന്റെ തന്നില്ല, നീ അവിടെ ഇവിടെ കൊണ്ട് കളഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വഴക്കിട്ട്, അപ്പൊ അത് ഞങ്ങൾ ഒരു മണിക്കൂർ പിണങ്ങിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കോഴി മുട്ട ഇടുന്ന കാര്യം പറഞ്ഞപ്പം ആ പിണക്കം അങ്ങ് മാറിപ്പോയി, മറന്നുപോയി എന്റെ കാര്യം. അങ്ങനെ പെട്ടെന്നൊരു വഴക്കുണ്ടായി. അത് മണിക്കൂറുകളോളോ അല്ല ആഴ്ചകളോളോ മാസങ്ങളോളോ അമ്മമാർക്ക് ആർക്കും മക്കളോട് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മക്കൾക്ക് ചിലപ്പം അമ്മമാരോട് പിണങ്ങിയിരിക്കാൻ പറ്റും, അച്ഛന്മാരോട് പിണങ്ങിയിരിക്കാൻ പറ്റും. പക്ഷെ ഒരച്ഛനും അമ്മയ്ക്കും മക്കളോട് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അത് ഈ നാട്ടു നടപ്പാണ്, അത് ലോക സഹജമാണ്. സങ്കടം വന്നോ? പോട്ടെ, സാരമില്ല. പക്ഷെ ചേച്ചിനെ വിളിച്ചു നോക്കി, വെച്ചേ ഡ്യൂട്ടി ആണോ? കഴിഞ്ഞു കാണോ നോക്കി? ഇല്ല, ചേച്ചിക്ക് 10 മണി വരെ ആയിരിക്കും. ആണോ? ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം. എന്നാ പിന്നെ ഇതിലുപരി ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതിലും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയപ്പം നമ്മുടെ ബാഗിനകത്തുനിന്ന് കാർഡും ആരോഗ്യ ഇൻഷുറൻസും ഒക്കെ നഷ്ടപ്പെട്ടായിരുന്നു. കാർഡ് നമുക്ക് കിട്ടിയായിരുന്നു, അത് നമ്മൾ കാണിച്ചായിരുന്നല്ലോ. ഇൻഷുറൻസ് കാർഡ് ഇന്ന് ഞാൻ മെനക്കെട്ട് പോയിരുന്ന് അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ആരോഗ്യ ഇൻഷുറൻസ് കേട്ടോ. ഇൻഷുറൻസ് അത് നമുക്ക് വലിയൊരു കാര്യമാണ്. അതെ നഷ്ടപ്പെട്ടപ്പോഴും ഞാനുണ്ടായിരുന്നു, നഷ്ടപ്പെടുന്നത് ഞാനായിരുന്നു, കൂടെ ഞാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വയ്യാഴിക്കാരും ഒക്കെ അല്ലേ, എല്ലാവർക്കും വയ്യാതൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അന്നേരം നമുക്ക് ആ കാർഡ് വിലപ്പെട്ടതാണ്, അതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ആദ്യം നമ്മൾ അക്ഷയ വഴിയൊക്കെ ചോദിച്ചപ്പം വലിയ പാടാതെ ഉണ്ടാക്കാൻ പറ്റിയല്ല, അതിന്റെ നമ്പർ വേണമെന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ ഇന്ന് പോയപ്പോ എന്നായാലും ആ കൊച്ചത് ശരിയാക്കി പറക്കി തന്നു. ചേച്ചിക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതെ, തിരക്കായിരിക്കും അല്ലേ? ഇച്ചിരി പൊട്ടൊക്കെ കൊണ്ട് തൊടുന്നുണ്ട്. അത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ മേക്കപ്പ് ഒന്നും വേണ്ടെന്ന്. അപ്പൊ നമുക്ക് ചായ ഇടുവാണെങ്കിൽ ഈ കേക്ക് മുറിച്ച് കഴിക്കാം. ഇതിന്റെ അടുത്ത് ഫ്രിഡ്ജിലോട്ടും വെച്ചോ. അത് കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ. ഹാപ്പി ആയോ? ഹാപ്പി ആയി കേട്ടോ. പെട്ടെന്ന് ഒരു നിമിഷം മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വിഷമം വന്നു. എങ്കിൽ പോലും ഇന്ന് ഹാപ്പി ആയിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് കുട്ടേട്ടൻ ഹാപ്പി ബർത്ത്ഡേ മോളമ്മേ, ഹാപ്പി ബർത്ത്ഡേ പെണ്ണേന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ ചുറ്റും നടക്കുമായിരുന്നു. അന്നേരം എനിക്ക് ആ സങ്കടമൊക്കെ മാറി, അത് സന്തോഷമായിട്ട് വന്നായിരുന്നു. അന്നേരം എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു, മക്കളെ ഇനിയിപ്പം മറന്നു പോയാലും കുട്ടേട്ടനുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് പുറകെ നടക്കാൻ. പിന്നെ മക്കളെ ജോലി ഭാഗങ്ങളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചോ ഒക്കെ ഇങ്ങനെ പല വഴിക്ക് ആയിട്ട് വേർതിരിയുമ്പോൾ ഭർത്താവ് കൂടെ നിന്ന് എപ്പോഴും ഹാപ്പി ബർത്ത്ഡേ പറയും. ഭർത്താവേ കാണുള്ളൂ. ഇനി ഞാനൊരു 100 പ്രാവശ്യം വരും,
പറഞ്ഞു. പക്ഷെ ഒന്നും കൊടുത്തില്ലായിരുന്നു. പിന്നെ ഉമ്മ ഞാൻ എത്ര എണ്ണം വേണേലും ഒന്നും കൊടുത്തില്ലേ ഇത്ര ഉമ്മയുടെ വീടേക്ക് വേണ്ടി ഒരെണ്ണം തന്നെങ്കിൽ പോലും ഇത് രാവിലെ തൊട്ട് ഒരു ഞാനൊരു 10,000-2000 ഉമ്മയാലും ഇന്ന് എനിക്ക് കെട്ടിക്കാണും. വരുമ്പോ ഉമ്മ വെച്ചോണ്ടിരിക്കുന്നു. ഞാനോട്ടാ ഇന്നൊരു ദിവസത്തെ കേസല്ലേ ഉള്ളൂ, ആ പോട്ടെ, ആ കൊതി അങ്ങ് തീരട്ടെ. അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കുറവാണ്, എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണണം കേട്ടോ. അപ്പൊ ടാറ്റ.